നിങ്ങളിപ്പോൾ കാണുന്ന ഈ ലോകമില്ലേ, നിങ്ങൾ ശ്വസിക്കുന്ന വായു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ്, ഇതെല്ലാം റിയലാണെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അതെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു സിമുലേഷൻ തിയറിയെക്കുറിച്ചാണ്. അതിൻ്റെ പേര് പാൻഡോറ ബോക്സ്. ഈ സിമുലേഷൻ തിയറി പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു ഫിസിക്കൽ വേൾഡ് അല്ല, മറിച്ച് അതിവേഗതയുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമിനുള്ളിലാണെന്നാണ്. പണ്ട് നമ്മൾ കളിച്ചിരുന്ന മെരിയോ ഗെയിമില്ലേ, അതിലെ ആ ക്യാരക്ടറിന് അതൊരു ഗെയിമിനുള്ളതാണെന്ന് അറിയില്ല. അതുപോലെ നമ്മളും ഒരു വലിയ പ്രപഞ്ച ഗെയിമിനുള്ളിലെ കഥാപാത്രങ്ങൾ മാത്രമാണെങ്കിലും ഇതൊരു ഭ്രാന്താണെന്ന് പറഞ്ഞ് വിട്ടുകളയാൻ വരട്ടെ. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞരും ഇലോൺ മസ്കിനെ പോലുള്ള പല പ്രമുഖന്മാരും ഈ തിയറി വിശ്വസിക്കുന്നുണ്ട്. 40 വർഷം മുമ്പ് നമുക്ക് പോങ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഗെയിം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് VR വേൾഡിലാണ്. അപ്പോൾ ഒരു 10,000 വർഷം കൊണ്ട് മനുഷ്യൻ നിർമ്മിക്കുന്ന ഗെയിമുകൾക്ക് റിയൽ വേൾഡുമായിട്ട് അധികം വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന സിവിലൈസേഷൻ നിർമ്മിച്ച വെറും ഒരു ഗെയിമിലാണ് നമ്മളെങ്കിലും നമ്മൾ അവരുടെ ഒരു സിമുലേഷൻ ആയിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 100 കോടിയിൽ 1 മാത്രമാണ് അങ്ങനെ ആവാതിരിക്കാനുള്ള ചാൻസ് എന്നാണ് മസ്ക് പറയുന്നത്. ഏതൊരു സോഫ്റ്റ്വെയറിലും ബഗ്ഗുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ലോകത്തും ചില ഗ്ലിച്ചുകളൊക്കെ സംഭവിക്കാറുണ്ട്. ഒരു വലിയ കൂട്ടം ആൾക്കാർ ഒരു കാര്യം ഒരേപോലെ തന്നെ തെറ്റായിട്ട് ചിന്തിക്കാറുണ്ട്. ഉദാഹരണം പറയാച്ചാൽ നമുക്ക് പഴയ സിനിമയിലെ ചില ഡയലോഗ്സ് അല്ലെങ്കിൽ ചില ബ്രാൻഡുകളുടെ ലോഗോ, ഇതൊക്കെ നമ്മുടെ മെമ്മറിയിൽ ആരെങ്കിലും വരുത്തിയ മാറ്റമാണെങ്കിലോ. ചിലപ്പോൾ തോന്നും നമ്മളൊരു കാര്യം മുമ്പ് എപ്പോഴോ ചെയ്തിട്ടുണ്ട്, അതാണ് പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ദേജാവൊക്കെ ഇത് ഈ പ്രോഗ്രാമിലൊരു റീസ്റ്റാർട്ട് ആയിരിക്കുമോ? നമ്മുടെ പ്രപഞ്ചം കൃത്യമായ ചില നിയമങ്ങൾ പിന്തുടരുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രകാശത്തിൻ്റെ വേഗത ഒരു ലിമിറ്റാണല്ലോ. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ പ്രോസസ്സിംഗ് സ്പീഡ് പോലെ ക്വാണ്ടം ഫിസിക്സിലെ പല നിയമങ്ങളും ഒരു കമ്പ്യൂട്ടർ ഗെയിം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനോട് സാമ്യമുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രം റെൻഡർ ആകുന്ന ഒരു ലോകമാണോ ഇത്? ഈ പാൻഡോറ ബോക്സ് തുറന്നാൽ നമുക്ക് പിന്നെ ഒരിക്കലും പഴയ ലോകത്തേക്ക് മടങ്ങാൻ കഴിയില്ല. നമ്മൾ വെറും ഒരു ഡാറ്റ ആയിരിക്കും. നിങ്ങളുടെ ജീവിതം മറ്റാരോ കൺട്രോൾ ചെയ്യുന്നു എന്നൊരു ഗെയിമാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം ശരി, സ്റ്റേ ക്യൂരിയസ്, സ്റ്റേ സിമുലേറ്റഡ്.